ഇനി നമുക്കൊന്ന് കാസർഗോഡ് വരെ പോവാം. കാസർഗോഡ് കോട്ടിക്കുളം റെയിൽവേ മേൽപ്പാലത്തിന് ചുവപ്പ് നാടക്കുരുക്ക്. മേൽപ്പാലത്തിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായി മാസങ്ങൾ കഴിഞ്ഞിട്ടും സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം ലഭിച്ചിട്ടില്ല. റീടെൻഡർ നിരക്ക് എസ്റ്റിമേറ്റ് തുകയേക്കാൾ 10% കൂടുതലായതാണ് മന്ത്രിസഭ അംഗീകാരം വൈകാനുള്ള കാരണമായി പറയുന്നത്. കാഞ്ഞങ്ങാട് കാസർഗോഡ് സംസ്ഥാന പാതയെയും NH66നെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോട്ടിക്കുളം റെയിൽവേ മേൽപ്പാലത്തിനായി വർഷങ്ങളുടെ കാത്തിരിപ്പാണ് തുടരുന്നത്. 25 വർഷം മുൻപാണ് റെയിൽവേ മേൽപ്പാലത്തിനായി സ്ഥലം ഏറ്റെടുത്തു നൽകിയത്. പക്ഷേ സംസ്ഥാന സർക്കാർ തുടർ നടപടികൾ സ്വീകരിച്ചില്ല. 8 വർഷം മുൻപാണ് കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തി കോട്ടിക്കുളം റെയിൽവേ മേൽപ്പാലം പണിയാൻ സംസ്ഥാന സർക്കാർ ഭരണാനുമതി നൽകിയത്. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനായിരുന്നു നിർമ്മാണ ചുമതല. 2017 മെയ് 16 കിഫ്ബി DPR അംഗീകരിച്ച് സ്ഥലം ഏറ്റെടുക്കലും പാലം പണിയും ഉൾപ്പെടെ 19.6 കോടി രൂപയ്ക്ക് സാമ്പത്തിക അനുമതിയും നൽകി. ആവശ്യമായ സ്ഥലം നേരത്തെ റെയിൽവേ ഏറ്റെടുത്തിരുന്നതിനാൽ പാലം പണിയുടെ ചെലവ് മാത്രമാണ് സംസ്ഥാന സർക്കാർ വഹിക്കേണ്ടിയിരുന്നത്. 2018 പാലം നിർമ്മിക്കാൻ റെയിൽവേയുടെ അനുമതി നേടിയെങ്കിലും അംഗീകാരം ലഭിച്ചില്ല. 2023 ഫെബ്രുവരിയിൽ നിർമ്മാണത്തിന് റെയിൽവേ അംഗീകാരം നൽകുകയും ചെയ്തു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി റെയിൽവേ മേൽപ്പാലത്തിന് തറക്കല്ലിട്ടു. പക്ഷേ നിർമ്മാണം ഇതുവരെയും തുടങ്ങിയിട്ടില്ല. ടെൻഡർ നടപടികൾ വരെ എത്തിയിട്ട് പോലും ഇതിൻ്റെ ഭാവി പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് പല തടസ്സങ്ങളാണ് ഉന്നയിക്കുന്നത്. 2024 ജൂൺ 27 പദ്ധതി റീടെൻഡർ ചെയ്തു. ഇതിൽ 17.5 കോടി രൂപയ്ക്ക് ഒരു കമ്പനി മാത്രമാണ് നിർമ്മാണ സന്നദ്ധത അറിയിച്ചത്. നേരത്തെ പാലം നിർമ്മാണത്തിന് മാത്രമായി നിശ്ചയിച്ച 14 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് നിരക്കിനേക്കാൾ 22.26% വർധനവ് ഇതോടെയുണ്ടായി. ഇതാണ് റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിന് മന്ത്രിസഭ അംഗീകാരം വൈകാനുള്ള കാരണം. ടെൻഡർ ചെയ്തപ്പോൾ ആദ്യത്തെ ടെൻഡറിൽ ആരും എടുക്കാനുണ്ടായില്ല. രണ്ടാമത്തെ ടെൻഡറിൽ ഒരാൾ കോട്ട് ചെയ്യുകയും അത് ടെൻഡർ റേറ്റിനേക്കാളും 20% അധികമായതുകൊണ്ട് ക്യാബിനറ്റിൽ അത് അംഗീകാരം വേണമെന്നുള്ളത് കൊണ്ടും ആ ക്യാബിനറ്റിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തടസ്സമാണ് നിലവിൽ ഈ പാലത്തിൽ ഉണ്ടായിരിക്കുന്നത്. കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷനിൽ മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ട്രെയിനുകൾക്ക് നിലവിൽ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട്. ട്രെയിൻ കടന്നുപോകുന്ന സമയത്തെല്ലാം റെയിൽവേ ഗേറ്റ് അടയ്ക്കുന്നതിനാൽ ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് സ്ഥലം വിട്ടുകൊടുത്തതാണ്. ഞാനിപ്പോൾ +1 എന്നിട്ടും ഈ ഒരു പാലത്തിന് ഒരു പണിയുടെ ഒരു ചെറിയൊരു സൂചന പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. സെക്രട്ടേറിയറ്റിൽ കഴിഞ്ഞ 4 മാസമായി ചുവപ്പ് നാടക്കുരുക്കിൽപ്പെട്ട് കിടക്കുന്ന റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിന്റെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. 2024 ഫെബ്രുവരി 24 പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോട്ടിക്കുളം റെയിൽവേ മേൽപ്പാലത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചത്. അതിനുശേഷം 1 വർഷം സമയമെടുത്ത് സംസ്ഥാന സർക്കാർ ടെൻഡർ നടപടികളും പൂർത്തിയാക്കി. എന്നാൽ ഇപ്പോഴും ടെൻഡർ തുകയെ ചൊല്ലി കരാറുകാരനും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള തർക്കം തുടരുകയാണ്. എത്രയും പെട്ടെന്ന് പാലം പണി പൂർത്തിയാക്കിയില്ലെങ്കിൽ സമരത്തിലേക്കിറങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം. രജീഷ് കരുവള്ളൂരിനൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ.